नमस्ते बच्चों, आप लोग कैसे हैं? एग्ज़ाम अच्छी तरह से लिखे क्या? अच्छे बच्चे। और क्वेश्चन पेपर के बारे में हमें लाइव क्लास में डिस्कस करेंगे। आया समझ में? अच्छा, आज हमें नए पाठ पढ़ेंगे। किताब खोलो, पन्ना संख्या 46 निकालो। ओके। पाठ का नाम बाबा अमेठे। बाबा अमेठे। बाबा अमेठे के बारे में हमें अभी पढ़ेंगे। आए समझ? किताब खोलो। बाबा अमेठे। बाबा अमेठे प्रमुख गांधीवादी और सामाजिक नेता थे। बाबा अमेठे was a Gandhian and great social leader. ബാബ അമ്മേട്ട എന്ന് പറയുന്ന ആൾ ഒരു നല്ലൊരു ഗാന്ധിയനും ഒരു പ്രമുഖനായ ഒരു സാമൂഹ്യ നേതാവ് കൂടിയായിരുന്നു. उनका जन्म 26 दिसंबर 1914 को महाराष्ट्र के एक ब्राह्मण परिवार में हुआ था. He was born on 26th December 1914 in Maharashtra. He was belonged to a Brahmin family. ഇദ്ദേഹം ഒരു മഹാരാഷ്ട്രയിലുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ചു. 26 ഡിസംബർ 1914 ഒരു ബ്രാഹ്മണ കുലത്തിലായിരുന്നു ഇദ്ദേഹം ജനിച്ചിരുന്നത്. पिता देवीदास हरबाजी आमटे एक बड़े जमींदार होने के साथ साथ एक सरकारी अधिकारी भी थे. His father Devidas Harbaji Amte was a landowner and also a government employee too. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ദേവിദാസ് ഹർബാജി ആവട്ടെ ഒരു ലാൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജമീന്ദാറായിരുന്നു, കൂടാതെ ഒരു ഗവൺമെൻറ് എംപ്ലോയി കൂടി ആയിരുന്നു. बाबा का पूरा नाम मुरलीधर देवीदास आमटे था. His full name was मुरलीधर देवीदास आमटे. ഇദ്ദേഹത്തിൻ്റെ ശരിയായ പേര് മുരളീധർ देवीदास आमटे എന്നായിരുന്നു. समझ में आया? आगे बढ़ो. मुरलीधर की माँ पढ़ी लिखी नहीं थी पर थी बहुत बुद्धिमान. His mother not literate but she was very intelligent. माँ ने इन्हें चित्रकला सिखाई. माँ taught him drawing. His mother അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു പഠിപ്പുള്ള സ്ത്രീ ആയിരുന്നില്ല. സ്കൂളിൽ പോയിരുന്നോ എന്നറിയില്ലായിരുന്നു. വായനയും എഴുത്തൊന്നും അറിയാത്ത ഒരു സ്ത്രീ ആയിരുന്നെങ്കിലും അവർ വളരെ ബുദ്ധിമതിയായിരുന്നു. അമ്മ അദ്ദേഹത്തെ ചിത്രകല പഠിപ്പിച്ചിരുന്നു. പ്രകൃതി और प्राणी जीव जगत के इनका परिचय करवाया. माँ introduced him the nature and all creatures in the world. അമ്മ നല്ലൊരു സ്ത്രീ ആയിരുന്നു. അമ്മ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെക്കുറിച്ചെല്ലാം മകനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. माँ सिखाती जो सुख लेने में है उससे ज़्यादा सुख देने में है. माँ taught him it is more blessed to make pleasure to others than to take pleasure from them. അമ്മ എന്ത് കൂടി പഠിപ്പിച്ചു? നമ്മൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലാണ് കൂടുതൽ അനുഗ്രഹം, അല്ലാതെ അവരിൽ നിന്നും സന്തോഷം തട്ടിയെടുക്കുന്നതിലല്ല എന്നുകൂടി അമ്മ മകനെ പറഞ്ഞു പഠിപ്പിച്ചു. भार भार की कोशिश से आदमी सफल होता है. Mother taught him
if we want to succeed, then we have to try again and again. Then only we will get success. അമ്മ മകനെ ഇത് കൂടി പഠിപ്പിച്ചു. നമുക്കൊരു വിജയം നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ ആൻഡ് എഗെയിൻ, വീണ്ടും വീണ്ടും പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുള്ളൂ, വിജയം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അമ്മ മകനെ പഠിപ്പിച്ചു. हार न मानना ही जिंदगी का दूसरा नाम है. This is the another name of the life is not accept defeat. Understood, children? What is the meaning of the life? Never accept defeat. നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ തോൽവി എന്ന് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. തോൽവിയല്ല ജീവിതം, വിജയമാണ് ജീവിതം എന്ന് അമ്മ കുഞ്ഞുനാളിലേ മകന് പഠിപ്പിച്ചു. माँ के द्वारा दी गई सीख ही बाबा के जीवन में पग पग पर काम आई. All things what mother taught him, it all helped him in his future. അമ്മ അവനെ എന്തെല്ലാം പഠിപ്പിച്ചോ അതെല്ലാം അവൻ്റെ ജീവിതത്തിൽ പിന്നീട് അവന് ഉപയോഗപ്രദമായി തീർന്നു. ഓക്കെ, കണ്ടില്ലേ മക്കളെ? ഇങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിലേ നല്ല നല്ല കാര്യങ്ങൾ കേട്ട് വേണം വളരാനായിട്ട്. നല്ലതെന്ന് കേട്ടാൽ നമ്മൾ നല്ലതേ ചെയ്യൂ ജീവിതത്തിൽ. മനസ്സിലായോ? അതിനാ കൊച്ചു നാളിലേ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ കേട്ട് വളരണമെന്ന് പറയുന്നത്. ഓക്കെ. बालक मुरलीधर का ध्यान बचपन से ही निर्धन और असहाय लोगों के कट्टों की ओर जाता था. The child Muralidhar was very kind. He was always care about poor and help those who are helpless. ഓക്കെ, ഈ കൊച്ചു കുട്ടിയാവും മുരളീധർ. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിലൊരു സ്നേഹവും ദയയും കരുണയും സഹതാപം എല്ലാം ഉണ്ടായിരുന്നു. അതെങ്ങനെ വന്നു? കൊച്ചുനാളിലെ അമ്മയിട്ട വിത്തുകളില്ലേ, അത് അവൻ്റെ ഉള്ളിൽ മുളയ്ക്കാൻ തുടങ്ങി. നല്ല വിത്തിട്ടത് അത് മുളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവന് ദരിദ്രരോടും പാവപ്പെട്ടവരോടൊക്കെ വളരെ കരുണയായിരുന്നു. जब कभी वह अपने पिता के साथ बैलगाड़ी में बैठ अपनी जमीन जायदाद की देखने निकलता, उसका ध्यान निर्धन मजदूर और कामगारों की ओर खींचता. Whenever he went with his father in the bullock cart and to visit his farm, then his mind always filled with sorrow when looking at the sorrow of the poor people, farmers and laborers. Okay. उसकी आर्थिक कठिनाई और आर्थिक कठिनाई और शारीरिक बीमारियां के बारे में सुनकर उसका दिल भर आता sorrow. Listening to their financial and physical problems, then his mind filled with sorrow. Isn't it? ആ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ തൻ്റെ പാടങ്ങളിലേക്ക് കാളവണ്ടിയിൽ പോയി ഇറങ്ങി പോയാൽ അവിടെയുള്ള ഫാമേഴ്സിൻ്റെയും ലേബേഴ്സിൻ്റെയും ഒക്കെ കഠിന കഥകളും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം കേൾക്കുമ്പോൾ അവൻ്റെ കുഞ്ഞു മനസ്സ് വിഷമിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? किसी तरह उसका छुआछूत उसकी बहुत घृणा थी. He hated छुआछूत, untouchability. What do you mean untouchability മക്കളെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അൺടച്ചബിലിറ്റി? പണ്ട് നമ്മളെ നാട്ടിൽ
നമ്മളെ എല്ലായിടത്തും ഇന്ത്യ മുഴുവനും അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു. അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഹൈ കാസ്റ്റ് മറ്റുള്ളവരെ കാണാനോ മറ്റുള്ള ജാതികൾ കാണാനോ അവരെ തൊടുവാനോ ഒന്നും പാടില്ലായിരുന്നു. ആ വലിയ ബ്രാഹ്മിൺസൊക്കെ വഴിയിലൂടെ കടന്നു വരികയാണെങ്കിൽ നമ്മൾ അതിൽ താണ ജാതിക്കാരെ അവരെ കാണുമ്പോഴത്തേക്ക് ഓടി ഒളിക്കണമായിരുന്നു. അവരെ കാണാനോ അവരെ തൊടുവാനോ ഒന്നും പാടില്ല. ഈ പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കഞ്ഞിയെല്ലാം കൊടുത്തിരുന്നത് ഒരു കുഴിയെല്ലാം കുഴിച്ച് അതിൻ്റെ മേലെ ഇല വെച്ചിട്ട് അതിലായിരുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അത്രയും വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് ഇതെല്ലാം കണ്ടു വളർന്ന ഒരു കുട്ടിയാണ് ആര്? ബാബ അംബേദ്കർ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഹി ഹേറ്റഡ് अनटचबिलिटी, किसी तरह भी उसका बाल कृत्य ये मानना नहीं तैयार था कि जन्म के कारण समाज में कुछ लोग बड़े और कुछ लोग छोटे. His young heart not ready to accept. Some people are become rich, some people become poor. He cannot accept this matter. അവനെ കൊച്ചു ഹൃദയം, ആ കൊച്ചു കുട്ടിയായ അവൻ ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്ത്? ഒരു ജനിച്ച കാരണം കൊണ്ട് ചിലവർ വളരെ പൈസക്കാരനാകുന്നു, ധനവാനാകുന്നു, അതേസമയം ചിലവർ ദരിദ്രരായിത്തീരുന്നു. അതവൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയും മനസ്സിലായ മക്കളെ? सो आप लोग लाइव क्लास में आते समय हमें क्वेश्चन पेपर के बारे में डिस्कस करेंगे. आया समझ में? आज आपको दोपहर में कोई एग्ज़ाम है ना? वो अच्छी तरह से पढ़ो. आया समझ में? अच्छा बच्चों, बाय.